അതെ, നമ്മൾ ഇന്നെന്നാ ചെയ്യാൻ പോകുന്നറിയോ? ഈ ആന്തൂറിയം ചെടിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ 2 ആഴ്ച മുമ്പ് ഇതിനകത്തുനിന്ന് മദർ പ്ലാന്റിന്റെ അടുത്തുനിന്ന് കുട്ടികളെല്ലാം വേർതിരിച്ച് വേറെ ചട്ടികളിലാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവരെല്ലാം വളർന്നോ ഒടിഞ്ഞോ എന്നൊക്കെ നോക്കണ്ടേ? ചുമ്മാ നട്ടേച്ചും പോയാൽ മതിയോ? അങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഓടി വന്നു. നോക്കുമ്പോൾ ഒന്നിനും വെള്ളം ഉണ്ടായിരുന്നില്ല. കാർപ്പുറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് മഴ നനയത്തില്ല ഗൈസ്. അങ്ങനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് നോക്കുമ്പോൾ എനിക്കൊരു ഐഡിയ വന്നത് ഇതിനകത്തുനിന്ന് ഒരു തൈ എടുത്തിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ചാലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു ഗൈസ്. അങ്ങനെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ മണ്ണിൽ വെക്കാത്തത് കൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോഴത്തേക്കും ചെടിയൊക്കെ ചെരിഞ്ഞു പോകും കേട്ടോ. ഇവിടെ നല്ല കാറ്റാണ്. അങ്ങനെ എൻ്റെ വെള്ള ആന്തൂറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഒരു ചെടിച്ചട്ടിക്കകത്തുനിന്നാണെങ്കിൽ അതിൻ്റെ പൂ താഴേക്ക് വന്നിട്ട് തല തല്ലി പോയി ഗൈസ്. അതിൻ്റെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. നോക്കുമ്പോൾ ഇതിനകത്ത് നല്ലൊരു തൈ നിൽപ്പുണ്ട് കേട്ടോ. ഇത് നമ്മളെടുത്ത് ഇനി നമ്മൾ റൂമിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ അടുത്ത പാർട്ടിൽ കാണിക്കാം കേട്ടോ. അങ്ങനെയുള്ള ചെരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളൊന്ന് റെഡി ആക്കണം. തൊണ്ടൊക്കെ വെച്ചാണ് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. മണ്ണിലല്ല ഞങ്ങൾ ആന്തൂറിയം കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പാർട്ടിൽ നമുക്ക്